കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ്. അവസാനം രണ്ട് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 പ്രോപ്പർട്ടികളിലൂടെയുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഡിറ്റർമിനൻറ്റിനെ റോസ് അല്ലെങ്കിൽ കോളംസ് ഐഡൻറ്റിക്കലായി വരികയാണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ വില 0 ആകും എന്നുള്ളതാണ്. ഒരു ഡിറ്റർമിനൻറ്റ് പരിഗണിക്കുക. ഡെൽറ്റ എന്നൊരു ഡിറ്റർമിനൻറ്റ്, അത് A1 B1 C1 A2 B2 C2 A3 B3 C3. ഇവിടെ നോക്കുക, ഇവിടെ A1 A2 A3 B1 B2 B3 C1 C2 C3 ഇതെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഐഡൻറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരേപോലെയാവുക. ഒന്നുകിൽ ഏതെങ്കിലും 2 റോസ് സെയിം ആവുക, അല്ലെങ്കിൽ 2 കോളംസ് സെയിം ആവുക. അപ്പോൾ ഇവിടെ ഈ ഡിറ്റർമിനൻ്റ് പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് കോളം പോലെ വേറൊരു കോളവുമില്ല, സെക്കൻഡ് കോളം പോലെ വേറൊരു കോളവുമില്ല, തേർഡ് കോളം പോലെ വേറൊരു കോളവുമില്ല, അതുപോലെ ഫസ്റ്റ് റോ പോലെ വേറൊരു റോയുമില്ല, സെക്കൻഡ് റോ പോലെ വേറെ ഇല്ല, തേർഡ് റോ പോലെ ഇല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ 3 കോളങ്ങളും 3 റോസും ഡിഫറൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഐഡൻറ്റിക്കൽ അല്ല. എന്നാൽ ചില മാറ്റങ്ങൾ ഇവിടെ ഒന്ന് വരുത്തുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഈ C1 C2 C3 എന്നുള്ളതിന് പകരം അവിടെയും A1 A2 A3 എന്നെഴുതി കേട്ടോ. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ കോളവും മൂന്നാമത്തെ കോളവും സെയിം ആണ്, അല്ലെങ്കിൽ ഐഡൻറ്റിക്കലാണ്. പറഞ്ഞാൽ C1 C3 ആർ ഐഡൻറ്റിക്കൽ. ഇനി നമ്മളിതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കുക. എക്സ്പാൻഡ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു റോയിൽ കൂടിയോ ഒരു കോളത്തിൽ കൂടിയോ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ കൂടെ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ A1 ഇൻറ്റു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മൈനറൊക്കെ എപ്പോഴും എഴുതേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക രീതിയിൽ എക്സ്പാൻഡ് ചെയ്താൽ മതി. അത് ഉൾപ്പെടുന്ന റോയും അത് ഉൾപ്പെടുന്ന കോളം ഇട്ട് കഴിഞ്ഞ് B2 A2 B3 A3 എന്ന സെക്കൻഡ് ഓർഡർ ഡിറ്റർമിനൻ്റ് ഉള്ളത്. അത് ഇവിടെ നോക്കി അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം B2 A3 മൈനസ് A2 B3. അടുത്ത് നോക്കുക, B1 എന്നല്ല എഴുതേണ്ട, അവിടെ മൈനസ് B1. കാരണം നിങ്ങൾക്കറിയാം, അത് ഉൾപ്പെടുന്ന റോയും കോളവും വിട്ട് കഴിഞ്ഞാൽ A2 A3 മൈനസ് A2 A3. അടുത്ത് നോക്കുക, പ്ലസ് A1 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും വിട്ട് കഴിഞ്ഞാൽ എന്താ വരിക? ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. A2 B3 മൈനസ് A3 B2. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതെന്താവും? A1 B2 A3 മൈനസ് A1 A2 B3. ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക. മൈനസ് B1 A2 A3 മൈനസ് മൈനസ് പ്ലസ് വരും, പ്ലസ് B1 A2 A3. ഇത് പ്ലസ് A1 A2 B3 മൈനസ് A1 A3 B2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. A1 B2 A3 എവിടെയെങ്കിലും ഉണ്ടോ നോക്കി. A1 B2 A3 A1 B2 A3 ഇത് എവിടെ കിടക്കുന്നു ഉണ്ടോ? ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്, അത് ക്യാൻസൽ. അടുത്ത് A1 A2 B3 മൈനസ് ആണ്. അപ്പോൾ അതിൻ്റെ പ്ലസ് ഉണ്ടോ നോക്കി, ഇതാ കിടക്കുന്നു ഉണ്ടോ? ഇതും ക്യാൻസലാവും. ഇനി ഏതാ ക്യാൻസൽ ആകാനുള്ളത്? ഇത് രണ്ട്, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ്, എല്ലാം പോയിട്ട് എന്താ ഉള്ളത്? 0 ആയുള്ളൂ ഉണ്ടോ? അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വില എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് വളരെ ക്ലിയറാണ്.
എന്തുകൊണ്ടത് 0 ആയത്? ഒറ്റ കാരണം കൊണ്ടാണ്. ഫസ്റ്റ് കോളവും തേർഡ് കോളവും സെയിം ആണ്, ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അത് നമുക്ക് ഒരു റിസൾട്ടായിട്ട് പറയാം. സോ ദി വാല്യൂ ഓഫ് എ ഡിറ്റർമിനൻറ്റ് ഈസ് ഓൾവേസ് 0 if any of its two rows or any of its two columns are identical. That means one and the same. ഇതിന് ഒരു പ്രൂഫ് ഇപ്പോൾ പറഞ്ഞതിന് ഒരു പ്രൂഫായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഞാൻ മുമ്പേ പറഞ്ഞത് പെട്ടെന്ന് ഒന്നുകൂടെ എഴുതുന്നു. ഡെൽറ്റ ഇതായിരുന്നു A1 B1 A1 A2 B2 A1 A3 B3 ഇവിടെ A2 ആണ്. അടുത്ത A3 B3 A2. ഇത് മുമ്പേ ഞാൻ A2 അല്ല, ഇത് A3. ഇത് മുമ്പേ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 0 വരുന്നത് കണ്ടതാണ്. ഇനിയും ഇത് വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഇൻ്റർചേഞ്ച് ചെയ്യുക. ഫലത്തിൽ C1 C3 ഇൻ്റർചേഞ്ച് ചെയ്യുക. ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇതിന് യാതൊരു മാറ്റവും വരത്തില്ല. ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇതേ ഡിറ്റർമിനൻ്റ് തന്നെയാണ് എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം എഴുതാൻ പോകുന്നില്ല. പക്ഷേ പ്രോപ്പർട്ടി 2-ൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നിങ്ങൾ പഠിച്ചു, ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഏതെങ്കിലും 2 റോസ് അല്ലെങ്കിൽ 2 കോളംസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനൻറ്റിൽ സൈൻ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റയാണ് കിട്ടുന്നതെങ്കിൽ ആഫ്റ്റർ ഇൻ്റർചേഞ്ചിങ് C1 ആൻഡ് C3 നമുക്ക് കിട്ടുന്ന വില ഡെൽറ്റ അല്ല, അതെന്തായിരിക്കും? മൈനസ് ഡെൽറ്റയാണ്. ഡെൽറ്റ അല്ല, മൈനസ് ഡെൽറ്റ. അപ്പം നമുക്കറിയാം ഇതിൻ്റെ വില 0 ആയി കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ. ഉണ്ടോ? ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ ഡെൽറ്റയാണ്. ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നത് സത്യത്തിൽ ഡെൽറ്റയാണ്. പക്ഷേ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു മൈനസ് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ. ഈ മൈനസ് ഡെൽറ്റ ഇടത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഡെൽറ്റ പ്ലസ് ഡെൽറ്റയാവും. ഡെൽറ്റ പ്ലസ് ഡെൽറ്റ എന്തിന് ഇവിടെ റൈറ്റ് സൈഡ് 0 അല്ലേ? അപ്പോൾ 2 ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. സോ വാട്ട് ഈസ് ഡെൽറ്റ? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു പ്രൂഫ് വേണമെങ്കിൽ നമുക്കിതിനെ കൊടുക്കാൻ സാധിക്കും. അടുത്തതായിട്ട് അടുത്ത പ്രോപ്പർട്ടി നമ്പർ 4. ഇത് ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു കോളത്തെയോ ഒരു റോയെയോ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ ഡിറ്റർമിനൻറ്റിന് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് പ്രോപ്പർട്ടി നമ്പർ 4. അപ്പം ഡെൽറ്റ ഈസ് ഈക്വൽ ടു, ഞാൻ സൗകര്യത്തിന് വേണ്ടി ABCDEFGHI എന്നെടുത്തു. ഓക്കെ. ഇതിൽ നമുക്ക് ഒന്നുകിൽ ഒരു റോയെ ഒരു കോൺസ്റ്റൻ്റ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോളത്തെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ തൽക്കാലം ആദ്യത്തെ റോയെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒരു കോൺസ്റ്റൻ്റ് K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആദ്യത്തെ റോ എന്താവും? KA KB KC. രണ്ടാമത്തെ റോ എന്താവും? അത് തന്നെ DEFGHI. ഓക്കെ. ഇനി ഇത് രണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യണം. ആദ്യത്തെ എക്സ്പാൻഡ് ചെയ്യുക, രണ്ടാമത്തേതും എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തേനെ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡിങ് ഡെൽറ്റ A ഇൻറ്റു, നോക്കിക്കോണം, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം പെട്ടെന്ന് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് റോയിൽ കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെൻറ്റ് ആ റോ വിട്ടു, കോളം വിട്ട് കഴിഞ്ഞ് സബ് ഡിറ്റർമിനൻ്റ് EFHI ആണ്, ഇങ്ങനെ ഗുണിക്കുന്നു. അപ്പോൾ എന്ത് വരും? EI മൈനസ് HF മൈനസ് B ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം വിട്ട് കഴിഞ്ഞു. അപ്പോൾ എന്ത് വരും? DI മൈനസ് GF പ്ലസ് C ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും വിട്ടു കോളം വിട്ടു DH മൈനസ് GE. ഉണ്ടോ? ഇത് എക്സ്പാൻഡ് ചെയ്താൽ AEI മൈനസ് AHF മൈനസ് BDI പ്ലസ് BGF പ്ലസ് CDH മൈനസ് CGE എന്ന് കിട്ടും. ഇതാണ് എന്താണ് ഡെൽറ്റ എക്സ്പാൻഡ് ചെയ്തത്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഫസ്റ്റ് റോയിൽ കൂടെ തന്നെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? KA ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളം വിട്ടാൽ ഇതെല്ലാം കിട്ടുക EI മൈനസ്
എച്ച് എഫ്. അടുത്ത മൈനസ് കെ ബി, അത് ഉൾപ്പെടുന്ന റോയും കോളം ഇട്ടാൽ ഡി ഐ മൈനസ് ജി എഫ്. അടുത്തത് പ്ലസ് കെ സി, അത് ഉൾപ്പെടുന്ന റോയും കോളവും വിട്ടാൽ എന്ത് വരും? ഡി എച്ച് മൈനസ് ജി ഇ. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ടൈമിൽ കെ ഉണ്ട്, ഈ ടൈമിൽ കെ ഉണ്ട്, ഈ ടൈമിലും കെ ഉണ്ട്. അപ്പോൾ കെ പൊതുവായിട്ട് കെ ഇൻറ്റു ഇനി എന്തുണ്ട്? എ ഇൻറ്റു ഇ ഐ മൈനസ് എച്ച് എഫ് മൈനസ് ബി ഇൻറ്റു ഡി ഐ മൈനസ് ജി എഫ് പ്ലസ് സി ഇൻറ്റു ഡി എച്ച് മൈനസ് ജി ഇ ഉണ്ടാവും. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കിടക്കുന്ന എന്ത് തന്നെയാണ്? ആദ്യ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്തത് അല്ലേ? അതിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഡെൽറ്റയുടെ വിലയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് രണ്ടാമത്തെ ഡിറ്റർമിനൻറ്റിൻ്റെ വില. അപ്പോൾ ആദ്യത്തെ ഡിറ്റർമിനൻ്റ് വില ഡെൽറ്റ ആണെങ്കിൽ ആ ഡെൽറ്റ എന്ന ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു റോയെ കെ എന്ന കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ ഡിറ്റർമിനൻ്റിൻ്റെ വില എന്ത് കിട്ടി? കെ ഡെൽറ്റ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഡിറ്റർമിനൻറ്റിലെ എല്ലാ എലമെൻസിനെയും ഒരു നോൺ സീറോ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അങ്ങനെ കിട്ടുന്ന ഡിറ്റർമിനൻ്റിൻ്റെ വിലയെന്ന് പറയുന്നത് ആദ്യ ഡിറ്റർമിനൻ്റിൻ്റെ വിലയെ ആ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് നമ്മുടെ നാലാമത്തെ പ്രോപ്പർട്ടിയായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടിയുടെ ചൂട് പിടിച്ച് നമുക്ക് അടുത്ത ഒരു പ്രോപ്പർട്ടി വളരെ സിമ്പിളായിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഡെൽറ്റ എന്ന ഡിറ്റർമിനൻ്റ് അത് ശ്രദ്ധിക്കുക. സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതും: കെ എ, കെ ബി, കെ സി, ഡി ഇ എഫ്, എ ബി സി. ഓക്കെ, ഈ ഡിറ്റർമിനൻ്റ് നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകത ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ കോളം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് എ ബി സി എ ഗുണിച്ചതാണ്. ഇനി പ്രത്യേകത എന്താണെന്ന് ഇവിടെ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് കോളവും തേർഡ് കോളവും പ്രൊപ്പോർഷണലാണ് എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ തേർഡ് കോളത്തിലെ എലമെൻസിനെ എല്ലാം കെ കൊണ്ട് ഗുണിച്ചെഴുതിയാണ് ഫസ്റ്റ് കോളം എന്നുള്ളതാണ്. ഇനിയും വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എ ബി സി എന്ന ഫസ്റ്റ് കോളത്തെ കെ കൊണ്ട് ഗുണിച്ചെഴുതിയാണ് ഈ ഡിറ്റർമിനൻ്റ്. അങ്ങനെയാണെങ്കിൽ കെ കൊണ്ട് ഗുണിച്ചെഴുതിയ ഒരു ഡിറ്റർമിനൻ്റാണ് ഇത് എങ്കിൽ നമുക്കതിൽ നിന്ന് കെ പുറത്തെടുക്കാം. ഒരു ഡിറ്റർമിനൻറ്റിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റോയെയോ ഒരു കോളത്തെയോ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്ന് കഴിഞ്ഞ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞിരുന്നു. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു റോയെയോ ഒരു കോളത്തെയോ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കോളത്തെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ റോയെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ കെ നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് വരും? ആദ്യ കോളം എ ബി സി ഡി ഇ എഫ്, മൂന്നാം കോളം എന്ത് വരും? എ ബി സി. ഇറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വില എന്തായിരിക്കും നോക്കുക. C1 ആൻഡ് C3 ആർ ഐഡൻറ്റിക്കൽ. C1 C3 ഒരേ കോളങ്ങളാണ്. അതുകൊണ്ട് ആ ഡിറ്റർമിനൻ്റെ വില എന്താണ്? മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് അതിൻ്റെ വില 0 ആയിരിക്കും. ഇപ്പോൾ കെ ഇൻറ്റു 0 0. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റെ ഡെൽറ്റയുടെ വില എന്താണ്? 0 ആണ്. അപ്പോൾ ഇതിൽ നിന്നൊരു പ്രോപ്പർട്ടിയാണ് എന്താണ്? ഇഫ് 2 rows or 2 columns of a determinant are proportional, then the value of the determinant is always 0. ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് കൂടുതൽ വിശദമാക്കാം. ഒരു ഡിറ്റർമിനൻ്റ് ശ്രദ്ധിക്കുക. 2 5 7 8 3 -1 12 30 42. അപ്പോൾ ഈ ഡിറ്റർമിനൻ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഫസ്റ്റ് റോയും തേർഡ് റോയും തമ്മിൽ ഒരു റിലേഷനുണ്ട്. എന്താണ്? ഫസ്റ്റ് റോയിലെ എലമെൻസിനെയൊക്കെ 6 കൊണ്ട് ഗുണിച്ചെഴുതിയതാണ് തേർഡ് റോ. അപ്പോൾ ഇത് 2 × 6 12, 5 × 6 30, 7 × 6 42 എന്നാണ്. എന്ന് പറഞ്ഞാൽ R1 ആൻഡ് R3 ആർ പ്രൊപ്പോർഷണൽ. R1 ആൻഡ് R3 ആർ പ്രൊപ്പോർഷണൽ. അല്ലെങ്കിൽ ഈ
ഈ തേർഡ് റോയിൽ നിന്ന് വേണം 6 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തേർഡ് റോ എന്തായി മാറും? 2 5 7 ആകും, ഐഡൻറ്റിക്കലാകും, 0 ആകും. അല്ല, ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് പ്രൊപ്പോർഷണലാണ്. സോ വാല്യൂ ഓഫ് ദിസ് ഡിറ്റർമിനൻറ്റ് ഈസ് 0. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാതെ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വില 0 ആണെന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് ഇവാലുവേഷൻ സിംപ്ലിഫൈ ചെയ്യാനാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഈ എക്സാമ്പിളിൽ നിന്ന് വളരെ ക്ലിയറാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി സ്പ്ലിറ്റിംഗ് ഓഫ് ഡിറ്റർമിനൻസ് ആണ്. സ്പ്ലിറ്റിംഗ് ഓഫ് ഡിറ്റർമിനൻസ്, ഒരു ഡിറ്റർമിനൻറ്റിലെ ഒരു റോയെ അല്ലെങ്കിൽ ഒരു കോളത്തെ രണ്ടോ അതിലധികമോ എലമെൻസിൻ്റെ സം ആയി എഴുതുകയാണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഡിറ്റർമിനൻറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. എ പ്ലസ് ലാംഡ 1 ബി പ്ലസ് ലാംഡ 2 സി പ്ലസ് ലാംഡ 3 ഡി ഇ എഫ് ജി എച്ച് ഐ. ഇതാണ് ഒരു ഡിറ്റർമിനൻറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഡിറ്റർമിനൻറ്റിലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 2 നമ്പേഴ്സ് ആഡ് ചെയ്തതാണ്. എ പ്ലസ് ലാംഡ 1, അടുത്ത് ബി പ്ലസ് ലാംഡ 2 സി പ്ലസ് ലാംഡ 3 ഇങ്ങനെ എഴുതി. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ ഡിറ്റർമിനൻറ്റിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം. കാരണം C1 എന്ന കോളത്തിൽ ഓരോ എലമെൻറ്റും 2 എണ്ണത്തിന് തുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? എ ബി ജി ബി ഇ എച്ച് സി എഫ് ഐ പ്ലസ്, അടുത്ത് നോക്കുക, ഇവിടെ ബി അല്ലല്ലോ, ഡി ആണ്. ഓക്കെ, അടുത്ത് നോക്കുക, ലാംഡ 1 ലാംഡ 2 ലാംഡ 3. അടുത്ത കോളംസിന് ചേഞ്ച് ഇല്ല, ഡി ഇ എഫ് ജി എച്ച് ഐ. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന വിലയും ഈ 2 ഡിറ്റർമിനൻ്റ് തമ്മിൽ എക്സ്പാൻഡ് ചെയ്ത് കൂട്ടി കിട്ടുന്ന വിലയും സെയിം ആയിരിക്കും. ഇങ്ങനെ ഡിറ്റർമിനൻ്റുകളെ സ്പ്ലിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ വേറെ ഒരു കോൺസ്റ്റൻ്റ് ഇവിടെ ആഡ് ചെയ്തിരുന്നെങ്കിലോ, സപ്പോസ് ഞാൻ ഇവിടെ ഒരു L1, ഇവിടെ ഒരു L2, ഇവിടെ ഒരു L3യും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇതെന്തായി മാറുമായിരുന്നു? ഒരെണ്ണം കൂടെ അഡീഷണൽ വരുമായിരുന്നു. പ്ലസ് L1 D G L2 E H L3 F I ഉണ്ടാവും. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ 3 എലമെൻസിൻ്റെ സം ആണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന 3 സെപ്പറേറ്റ് ഡിറ്റർമിനൻസ് ആയിട്ടായിരിക്കും. ഈ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന വിലയാണ് ഈ 3 ഡിറ്റർമിനൻറ്റും കൂടെ എക്സ്പാൻഡ് ചെയ്ത് കൂട്ടിയെടുക്കുന്ന വില എന്നുള്ളതാണ്. ഇതിലൊരു പ്രൂഫ് വിശദമാക്കുന്നില്ല, ഇത് വളരെ ക്ലിയറാണ്. പല എക്സാമ്പിളുകളിൽ കൂടെ നമുക്കിത് പിന്നീട് വളരെ വ്യക്തമാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഒന്നുകൂടെ പറയുകയാണ്. ഇഫ് എനി റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് 2 or more than 2 terms, then that determinant can be splitted into 2 or more than 2 determinants, and in that case the value of the given determinant is equal to the value of the sum of the individual determinants. ഇതാണ് ഒരു പ്രോപ്പർട്ടി. അടുത്തത് പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ബാക്കി പ്രോപ്പർട്ടികൾക്ക് പ്രാധാന്യം ഇല്ലെന്നല്ല, അത് വളരെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ ഒരു കോളവും വേറൊരു കോളവും തമ്മിലൊരു സ്കെയിലാർ കൊണ്ട്, അല്ലെങ്കിൽ റോയും വേറൊരു റോയും തമ്മിലൊരു സ്കെയിലാർ കൊണ്ട് ലിങ്ക് ചെയ്താലും ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ റിമെയിൻസ് ദ സെയിം എന്നുള്ളതാണ്. നമുക്കത് പരിഗണിക്കാം. ഒരു ഡിറ്റർമിനൻറ്റ് ശ്രദ്ധിക്കുക, എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ഇങ്ങനെ എഴുതി. ഇപ്പോൾ R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്, C1 C2 C3 R1 there. നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ്. ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഞാനൊരു ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുകയാണ്. R1 ചേഞ്ചസ് ടു R1 പ്ലസ് 2R2. അത് കൊടുത്താൽ എന്ത് കിട്ടുമെന്ന് നോക്കുക. R1 മാറ്റം വരും. എങ്ങനെയാണ്? R2ലെ എല്ലാ എലമെൻസിനെയും 2 കൊണ്ട് ആഡ് ചെയ്ത് കൂട്ടണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് A പ്ലസ് 2D ആവും, അടുത്തത് B പ്ലസ് 2E ആവും, അടുത്തത് C പ്ലസ് 2F ആവും. അടുത്ത R2 R3ക്ക് ചേഞ്ച് ഇല്ല, E F G H I ഉണ്ടാവും. ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഈ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് കിട്ടുമോ അതേ വില തന്നെ ഈ ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്താൽ കിട്ടും. അത് കോളത്തിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ജനറലി നമുക്ക് ഇങ്ങനെ പറയാം, ഇഫ്
സി ഐ ചേഞ്ചസ് ടു സി ഐ മൈനസ് കെ സി ജെ ഉണ്ടോ? കോളത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇനി റോയിലാണെങ്കിലോ ആർ ഐ ചേഞ്ചസ് ടു ആർ ഐ പ്ലസ് കെ ജെ പ്ലസ് വേണമെങ്കിൽ കൊടുക്കും പ്ലസ് കെ ആർ ജെ കണ്ടോ? അങ്ങനെ ഇത് പുതിയ സി ഐ, ഇത് പുതിയ ആർ ഐ. ഈ രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ കൊടുത്താലും വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് ഡസ് നോട്ട് ചേഞ്ച്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. പല ഡിറ്റർമിനൻറ്റുകളും സിംപ്ലിഫൈ ചെയ്തതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിൽ ഈ പ്രോപ്പർട്ടി നമ്മൾ വളരെയധികം ഉപയോഗിക്കും.